മാന്ത്രിക മീനും അത്യാഗ്രഹിയായ മത്സ്യത്തൊഴിലാളിയും. ഒരിക്കൽ ഒരു കടൽ തീരത്ത് ശങ്കരൻ എന്നു പേരുള്ള പാവപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളി താമസിച്ചിരുന്നു. ദിവസവും കടലിൽ പോയി കിട്ടുന്ന മീൻ വിറ്റാണ് ശങ്കരൻ ജീവിച്ചിരുന്നത്. ഒരു ദിവസം ശങ്കരന്റെ വലയിൽ തിളങ്ങുന്ന സ്വർണ്ണ നിറത്തിലുള്ള ഒരു കൊച്ചു മീൻ കുടുങ്ങി. ശങ്കരൻ അതിനെ കയ്യിലെടുത്തപ്പോൾ അത്ഭുതം, ആ മീൻ മനുഷ്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. എന്നെ വിട്ടിയേക്കൂ, പകരം നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നൽകാം. മനസ്സലിവ് തോന്നിയ ശങ്കരൻ ആ മീനിനെ വെള്ളത്തിലേക്ക് തന്നെ വിട്ടു. തിരികെ വീട്ടിലെത്തിയ അവൻ നടന്ന കാര്യങ്ങൾ ഭാര്യ കാളിയമ്മയോട് പറഞ്ഞു. കാളിയമ്മേ, ആ സ്വർണ്ണ മീൻ വെറും ഒരു മീനല്ല, അത് നമ്മോട് സംസാരിച്ചു. എന്റെ കണ്ണുകളിൽ ആവശ്യങ്ങളുടെ ഘോഷയാത്ര. കാര്യം കേട്ടയുടനെ കാളിയമ്മ പറഞ്ഞു, എന്തിനാണ് ഈ പഴയ കുടിൽ? ഈ ദാരിദ്ര്യം ഇനി എനിക്ക് വയ്യ. ആ മീനിനോട് പോയി നമുക്ക് താമസിക്കാൻ ഒരു വഴി. ശങ്കരൻ കടൽ തീരത്ത് പോയി മീനിനെ വിളിച്ച് കാര്യം പറഞ്ഞു. എന്റെ മീൻ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. താമസിക്കാൻ ഒരു നല്ല വീട് ആദ്യത്തെ വേണമെന്ന് വരം. അവൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ദാരിദ്ര്യം മാറ്റാൻ നീ സഹായിക്കുമോ? നിമിഷങ്ങൾക്കുള്ളിൽ അവരുടെ വീട് വലിയൊരു ബംഗ്ലാവായി മാറി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാളിയമ്മയ്ക്ക് വീണ്ടും മോഹം തോന്നി. എനിക്ക് ഈ കൊച്ചുവീട്ടിൽ രണ്ടാമത്തെ വരം. അവർക്കൊരു രാജ്ഞിയാകണം, കൊട്ടാരവും വേലക്കാരും വേണം. അതും മാന്ത്രിക മീൻ അതും സാധിച്ചു കൊടുത്തു. തകർന്ന അത്യാഗ്രഹം. എന്നാൽ കാളിയമ്മയുടെ ആഗ്രഹം അവിടെയും തീർന്നില്ല. ഒടുവിൽ അവൾ പറഞ്ഞു, എനിക്ക് ഈ പ്രകൃതിയെ മൊത്തം നിയന്ത്രിക്കണം. എനിക്ക് സൂര്യനെയും ചന്ദ്രനെയും എന്റെ ഇഷ്ടത്തിന് ഉദിപ്പിക്കണം. അതിനായി ആ മീനിനോട് പറയൂ. പേടിയോടെ ശങ്കരൻ കടൽ തീരത്തെത്തി മീനിനെ വിളിച്ചു. ആകാശം കറുത്തിരുണ്ടു. കടൽ പ്രക്ഷുബ്ധമായി. മീൻ വെള്ളത്തിന് മുകളിലേക്ക് വന്നു. ശങ്കരൻ ഭാര്യയുടെ പുതിയ ആവശ്യം മീനിനോട് പറഞ്ഞു. മീൻ ഒന്നും മിണ്ടിയില്ല. ഒരു നിമിഷം കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമുണ്ടായി. മീൻ കടലിന്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞു. ശങ്കരൻ തിരികെ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. വലിയ കൊട്ടാരവും വേലക്കാരും രാജ്ഞിയായ ഭാര്യയുമെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. പഴയതുപോലെ തകർന്നു വീഴാറായ ആ കൊച്ചു കുടിലിനു മുന്നിൽ കാളിയമ്മ പഴയ വേഷത്തിൽ വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കഥയിലെ ഗുണപാഠം: അമിതമായ അത്യാഗ്രഹം ഉള്ളതും കൂടി ഇല്ലാതാക്കും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കാത്തവർക്ക് ഒടുവിൽ ബാക്കിയാവുക നിരാശ മാത്രമായിരിക്കും.